Hello guys, welcome back to my YouTube channel, episode 7 of Unhealthy Relationship. എല്ലാ ദിവസവും കോള്, ഓരോ മണിക്കൂറിലും മെസ്സേജ്. നീയാണ് എൻ്റെ ലോകം. ഫൈനലി ഐ ഫൗണ്ട് മൈ സോൾമേറ്റ്. നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. ആദ്യം ഇതെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്നെല്ലാം തോന്നും. പക്ഷേ പിന്നെ ഇതൊരു കൺട്രോളിങ്ങിലോട്ട് മാറിയാലോ. അതിനൊരു പേരുണ്ട്, ലവ് ബോംബിംഗ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ലവ് ബോംബിംഗ്, അതിന്റെ കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ലവ് ബോംബിംഗ് എന്താന്ന് പറഞ്ഞാല് ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ സ്നേഹത്തിലും കെയറിങ്ങിലും മുക്കിക്കൊല്ലാം. എപ്പോഴും വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുക, നിങ്ങളോട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക, നീയാണ് എൻ്റെ എല്ലാമെന്ന് പറയാ. അപ്പൊ ഇതെല്ലാം ഒരു സ്വാഭാവികമായിട്ട് തോന്നും ആ സമയത്ത്. പക്ഷെ അതിന് ശേഷം കൺട്രോളിങ്ങും പ്രഷറിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണം. ഇതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേത്, എല്ലാം വളരെ സ്പീഡിൽ നടക്കും. ഒരു റിലേഷൻഷിപ്പിലായിട്ട് ചിലപ്പോൾ ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫൈനലി ഐ ഫൗണ്ട് മൈ സോൾമേറ്റ്, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം, നമുക്ക് ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കണം, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലോട്ട് തീരുമാനങ്ങളോട്ട് എത്തും. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളോട് മാത്രമായിരിക്കും സംസാരിക്കുന്നത്, നിങ്ങളെ പറ്റിയിട്ട് മാത്രമായിരിക്കും ചിന്ത. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫെയറി ടെയിൽ വേൾഡിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. പിന്നെ ഇതൊരു കൺട്രോളിങ്ങിലോട്ട് പോകും. നീ എന്തുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയി, നീ എന്തിനു ഫാമിലിയോടൊപ്പം ഇത്ര സമയം സ്പെൻഡ് ചെയ്തു, അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങളെ ലോകം തന്നെ ചുരുങ്ങാൻ തുടങ്ങും. മൂന്നാമത്തെ സൈന്, എപ്പോഴും ഗിഫ്റ്റ് തന്നുകൊടുക്കുക, അമിതമായ കോംപ്ലിമെന്റ്സ്, അതേപോലെ വലിയ വലിയ സർപ്രൈസ്. ഇതൊന്നും തെറ്റല്ല, പക്ഷെ ഇത് ചിലപ്പോൾ നിങ്ങളെ ഇമോഷണലി ഡിപ്പെൻഡ് ആക്കാനുള്ള ഒരു ശ്രമമാണോന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ സൈൻ എന്ന് പറയുന്നത്, പിന്നീട് എല്ലാം മാറാൻ തുടങ്ങും. ആദ്യം നിങ്ങളോട് മാത്രം സംസാരിച്ചുകൊണ്ട ആള്, നിങ്ങളോട് മാത്രം സമയം കണ്ടെത്തിക്കൊണ്ടായ ആള് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുക, നിങ്ങളെ വില കുറച്ച് സംസാരിക്കാൻ തുടങ്ങുക. ആദ്യം കാണിച്ച ഭയങ്കര ലവ് എല്ലാം മെല്ലെ മെല്ലെ കുറയാൻ തുടങ്ങും. ഈ ഒരു പോയിന്റിലെത്തുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അഞ്ചാമത്തെ സൈന്, കുറ്റബോധം ഉണ്ടാക്കല്. ഞാൻ നിനക്കും വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്ത്, നീ എനിക്ക് ഇതുപോലും ചെയ്യൂലേ, നിനക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം. ഇങ്ങനെ ലവിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രഷർ തരാൻ തുടങ്ങും. ആരെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും തെറ്റല്ല. പക്ഷെ ആ സ്നേഹം നിങ്ങളെ കുടുംബത്തിൽ നിന്നോ നിങ്ങളെ സ്വയം തീരുമാനങ്ങളിൽ നിന്നോ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഫ്രീഡം ഇല്ലാണ്ടാക്കൂല, അത് നിങ്ങളെ വളർത്താനാണ് ശ്രമിക്കുന്നത്. ഈ ലവ് ബോംബിങ്ങിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ആദ്യം ഇത് ഭയങ്കര ലവ് ആയിട്ടെല്ലാം തോന്നും. അപ്പോൾ ഈ പിന്നെ വരുന്ന പ്രശ്നങ്ങള് ആരും ശ്രദ്ധിക്കാണ്ട് പോകും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളെ റിലേഷൻഷിപ്പിനെ സംശയിക്കണം എന്നല്ല, മറിച്ച് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും ഒരു മാനിപ്പുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സഹായിക്കലാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി, ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പേടിപ്പെടുത്തൂല, നിങ്ങളെ ഒറ്റപ്പെടുത്തൂല, നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യൂല. അത് നിങ്ങൾ എന്താണോ നിങ്ങളായിട്ട് ജീവിക്കുക, അങ്ങനെയായിരിക്കും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.